പരിശുദ്ധ അമ്മയെക്കുറിച്ച് ദൈവവചനം പഠിപ്പിക്കുന്നത് കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. കൃപ, ദൈവം നമ്മുടെ കൂടെ വസിക്കാനുള്ള ഒരു വഴിയായിട്ട് ദൈവവചനം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ നിത്യജീവൻ ശുശ്രൂഷ പങ്കെടുക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ കൃപ, നമ്മിലേക്ക് തരുന്ന ദൈവത്തിൻ്റെ ഗിഫ്റ്റ് ആകുന്ന കൃപയെക്കുറിച്ച് ചിന്തിക്കുക. ദ ഗ്രേസ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഒരു കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു സമ്മാനമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ അമ്മയുടെ ജന്മതിരുനാളിന് ഒരുങ്ങിയും പ്രാർത്ഥിച്ചും 8 നോമ്പ് എടുത്തും നമ്മുടെ ഈ ജീവിതത്തിൽ നയിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അമ്മയുടെ ജനനം കൃപയിലായിരുന്നു, അമ്മയുടെ ജീവിതം കൃപയിലായിരുന്നു, അമ്മയുടെ പ്രതിഫലം, ജീവിതത്തിൻ്റെ പ്രതിഫലം കൃപയിലായിരുന്നു, അമ്മയുടെ ജീവിത അന്ത്യവും അതിൻ്റെ സമാപനവും തുടർന്നുള്ള ഇപ്പോഴുള്ള ജീവിതവും കൃപയിലാണ്. അതുകൊണ്ടാണ് അമ്മയെക്കുറിച്ച് ഇംഗ്ലീഷിൽ നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ ദ ഫുൾ ഓഫ് ഗ്രേസ് എന്ന് പറയും. മുഴുവൻ കൃപ നിറഞ്ഞവൾ. ജീവിതത്തിൻ്റെ എല്ലാ കാലഘട്ടങ്ങളിലും കൃപ എന്നത് മാതാവിൻ്റെ ജീവിതത്തിൽ വലിയൊരു അടിസ്ഥാനമായിരുന്നു. ഇവിടെ നമുക്കും ചിന്തിക്കാം, നമ്മുടെ ജന്മം കൃപയിലാണെങ്കിൽ ജീവിതം എന്തുകൊണ്ട് കൃപയിലാകുന്നില്ല? ജീവിതം കൃപയിലാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിഫലവും നമ്മിൽ നിന്ന് കൃപയിലാകും. മാതാവിൻ്റെ ജന്മം കൃപയിലായിരുന്നു. പിന്നീടുള്ള മാതാവിൻ്റെ ചെറുപ്പകാല ജീവിതങ്ങളെല്ലാം കൃപ വിട്ടൊഴിഞ്ഞിട്ടുള്ളൊരു ജീവിതം മാതാവിന് ഉണ്ടായിരുന്നില്ല. തുടർന്ന് മാതാവിൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത ഏറ്റവും വലിയ പ്രതിഫലം ഈശോയുടെ അമ്മയായിട്ട് പരിശുദ്ധ അമ്മയെ ഭൂമിയിൽ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, തുടർന്ന് ഈശോയുടെ സഹന മരണ ഉത്ഥാനങ്ങളിലെല്ലാം അമ്മ കൂടെ ഉണ്ടായിരുന്നു. അമ്മയുടെ സ്വർഗാരോപണവും ഇതിന് തുല്യമാണ്. ഇന്നും കർത്താവിൻ്റെ 2ാം വരവിന് വേണ്ടി ലോകത്തെ ഒരുക്കുന്ന കൃപ നിറഞ്ഞ ഒരു അമ്മ നമ്മിലുണ്ടാകും. ഇനി ഈ കാലഘട്ടങ്ങളിൽ വിശുദ്ധരാകുന്നവരുടെ ജീവിതമൊക്കെ എടുത്താൽ കൃപ നിറഞ്ഞവരാണ്. യൗവനത്തിൽ തന്നെ 1991 ജനിച്ച് 2006 മരിച്ച കാർലോ അക്വിറ്റസ് എന്ന് പറഞ്ഞ ആ കൊച്ചു പയ്യൻ 15 വയസ്സിനുള്ളിൽ ജന്മം കൊണ്ട് കൃപയിൽ നിറഞ്ഞു, ജീവിതം കൊണ്ട് കൃപയിൽ നിറഞ്ഞു. അനേകം യുവജനങ്ങൾക്ക് ഇന്നും കൃപയുടെ ഒരു യൗവനമായിട്ട് കാർലോ അക്വിറ്റസ് മാറുന്നു. മറ്റൊരു വിശുദ്ധൻ ജിയോ എന്ന് പറയുന്ന ആ വിശുദ്ധനും കരുണയുടെ മുഖമായിട്ട് യൗവനങ്ങളുടെ ഇടയിൽ മലകൾ കയറുമ്പോഴും സ്നേഹത്തിൻ്റെ കൃപയായിട്ട് ഇന്ന് കത്തോലിക്ക സഭ ഈ 2 വിശുദ്ധരെ ഉയർത്തപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൃപയ്ക്ക് എത്രമാത്രം സ്ഥാനമുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവം തരുന്ന ഒരു ദാനവും സമ്മാനവുമാണ് ദൈവത്തിൻ്റെ കൃപ. അതുകൊണ്ട് പ്രിയപ്പെട്ട, നമുക്ക് ചിന്തിക്കാം. നമ്മൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഗോഡ്സ് ഗ്രേസ് ഈസ് ആബ്സല്യൂട്ട് സെൻട്രൽ ടു ദ ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ സെൻട്രൽ പോയിന്റ് ആണ് കൃപ. അപ്പോൾ വിശ്വാസമുള്ളവന് വേണ്ടത് കൃപയാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം വളർത്തപ്പെടുന്നുണ്ടെങ്കിൽ അത് കൃപയിലാണെന്ന് തിരിച്ചറിയുക. നമ്മുടെ വിശ്വാസം തളർത്തപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയൊക്കെയോ കൃപയുടെ വെച്ചുനീട്ടലുകൾ നഷ്ടമാകുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ദാനമാകുന്ന ഈ കൃപയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം, കൃപയാണ് രക്ഷയുടെ അടിസ്ഥാനം. ഒരു വ്യക്തി രക്ഷപ്പെടണമെങ്കിൽ ആ വ്യക്തി ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രം പോരാ, ക്രിസ്ത്യാനിക്ക് ലഭിക്കുന്ന കൃപ അവന് വേണം. ക്രിസ്തുവിൽ നിന്നൊഴുകുന്ന കൃപയായിരിക്കണം അവനെ നയിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവകൃപയിലൂടെ മാത്രമേ രക്ഷ സാധ്യമാകൂ എന്ന് കത്തോലിക്കർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ കൃപയാണ് ഇതിൻ്റെ അടിസ്ഥാനം. നമുക്കറിയാലോ, നല്ല വിശുദ്ധ ബലിയിൽ ഭക്തിയോടെ പങ്കെടുക്കണമെങ്കിൽ ആ വ്യക്തിയിൽ കൃപ വേണം. നമുക്ക് ഭക്തിയോടെ ജപമാല ചൊല്ലണമെങ്കിൽ, അല്ലെങ്കിൽ വിശ്വാസത്തോടെ ജപമാല ചൊല്ലി പൂർത്തീകരിക്കണമെങ്കിൽ അതിന് നമുക്ക് കൃപ വേണം. നല്ലൊരു കുമ്പസാരം നടത്തണമെങ്കിൽ ആ വ്യക്തിയിൽ ദൈവകൃപ വേണം. അപ്പോൾ പ്രിയപ്പെട്ടവർ, എല്ലാത്തിനെയും നമുക്ക് പ്രേരക ശക്തിയാകുന്ന ഒരു വലിയ ശക്തിയുടെ പേരാണ് ദൈവകൃപ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ എത്രമാത്രം അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ പറയാറുണ്ട്, ആദ്യ പാപനിമിത്തം മനുഷ്യർക്ക് സൽപ്രവൃത്തികളിലൂടെ മാത്രം സ്വയം രക്ഷിക്കാൻ കഴിയില്ല. നമ്മൾ സ്വയം കുറേ നന്മ പ്രവൃത്തി ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, ആദ്യ പാപം മൂലം മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു കൃപയുടെ ആബ്സെൻസ് വന്നു. അപ്പോഴാണ് ഈശോ പറയണേ, എൻ്റെ കുരിശുമരണം വഴി ഞാൻ നിങ്ങൾക്ക് ദാനമായിട്ട് എൻ്റെ കൃപ പ്രദാനം ചെയ്യുകയാണ്. വിശുദ്ധ കുർബാന അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ദൈവം എന്നും നമ്മിൽ വസിക്കുമ്പോൾ നമ്മിൽ ദൈവത്തിൻ്റെ കൃപ കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവിലേക്ക് തിരുസഭ മാതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൃപ ഒരു വ്യക്തിയിൽ വരുമ്പോൾ ഒന്നുണ്ടാകുന്ന പരിവർത്തനമാണ്. ആ വ്യക്തിയിൽ അനുതാപവും വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ഒരു ത്വര,
പാപത്തെക്കുറിച്ചും അതിൻ്റെ അസ്വസ്ഥതകളെക്കുറിച്ചും ആ വ്യക്തിയെ കൃപ പഠിപ്പിക്കാൻ തുടങ്ങും. 2, ഈ കൃപയുള്ള വ്യക്തിയിൽ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങും. ഏത് പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും കൃപ ആ വ്യക്തിയെ പഠിപ്പിക്കുന്ന ഒരു കാര്യം വിശ്വാസത്തിൽ നിലനിൽക്കുക. വിശ്വാസം വിട്ടുപോയാൽ കൃപ നഷ്ടപ്പെടുന്നുള്ളത്. 3ാമത്തെ കാര്യം വിശുദ്ധീകരണമാണ്. ആ വ്യക്തിയുടെ ഉള്ളിൽ സാങ്ക്ടിറ്റി, വിശുദ്ധി, ദൈവകൃപ അദ്ദേഹത്തെ പ്രേരിപ്പിക്കും. ഇങ്ങനെ ചെയ്ത പോരെ, കൂടുതൽ വിശുദ്ധി ജീവിക്കണം, കൂടുതൽ ത്യാഗം ചെയ്യണം, കൂടുതൽ പരിഹാരം ചെയ്യണമെന്ന് അദ്ദേഹത്തിൻ്റെ അകത്തുള്ള കൃപ അദ്ദേഹത്തെ പഠിപ്പിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 1ാമത്തെ കാര്യം കൃപയാണ് രക്ഷയുടെ അടിസ്ഥാനം. കൃപയില്ലെങ്കിൽ നിത്യജീവൻ നമുക്ക് സ്വന്തമാകില്ല എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയുന്നത് എന്താണ്? എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 8-ാം തിരുവചനം ദൈവകൃപയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. പ്രിയപ്പെട്ടവരെ, ഈ കൃപ ദൈവം നമുക്ക് തരുന്ന, ദൈവത്തോട് വിശ്വസ്തത പുലർത്തുകയും ദൈവത്തിൻ്റെ കൃപയിലേക്ക് ആഴപ്പെടാൻ ഒരു ആത്മാവ് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ദൈവം ദാനമായിട്ട് നൽകുന്നതാണ് ദൈവകൃപ. അതുകൊണ്ട് ഇതെല്ലാവർക്കും അവകാശപ്പെട്ടതാ. ആഗ്രഹിക്കുന്നവന്, ചോദിക്കുന്നവന് ലഭിക്കുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. അതുകൊണ്ട് ഒന്നുകൂടി അച്ഛൻ വചനം പറയാം, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ വിശ്വാസം ഉണ്ടായാൽ മാത്രം പോരാ, ആ വിശ്വാസത്തിൽ നിന്ന് ഉതിർന്നു വരുന്ന കൃപയും നമുക്ക് വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ട, 1ാമത്തെ കാര്യം ഈ ഒരു കൃപയിലേക്ക് നമ്മൾ ആഴപ്പെടണം. 2ാമതായിട്ട് കൃപയെക്കുറിച്ച് പറയുന്നത് കൃപ രൂപാന്തരപ്പെടുത്തുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യും. ഒരു കൃപയുള്ളൊരു വ്യക്തിക്ക് രൂപാന്തരീകരണം സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ രൂപാന്തരീകരണ സമയത്ത് സ്വർഗം ഇറങ്ങി വരുന്നതും അവരുടെ ചുറ്റും മേഘാവൃതമാകുന്നതും അവർക്ക് തന്നെ ഒരു സ്വർഗീയ അനുഭവം കിട്ടുന്നതും. അപ്പോൾ 1ാമത്തെ കാര്യം, നമുക്കൊരു രൂപമാറ്റം ഉണ്ടാകണം. കൃപയുണ്ടാകുമ്പോൾ ഒരു പ്രത്യേകത, ആ വ്യക്തിയിൽ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. കോപിച്ചിരുന്ന വ്യക്തി ശാന്തനാകാൻ തുടങ്ങും. കൃപയുള്ളൊരു വ്യക്തിയുടെ മറ്റൊരു വ്യക്തിയത, ആ വ്യക്തിയിൽ തന്നെ ചില കാര്യങ്ങളിൽ നിലപാടുകൾ ഉണ്ടാകും. മറ്റൊരു എല്ലാത്തിനും പോയിട്ട് തലയിടുന്ന ഒരു വ്യക്തിയായിട്ട് മാറില്ല. കൃപ നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലേക്കും അവർ തലയിടാൻ പോകില്ല. അതാണ് ഒരു രൂപാന്തരീകരണം കൃപയുള്ള വ്യക്തി. 2ാമത്തത് വിശുദ്ധീകരണമാണ്. ആ വ്യക്തി എന്നും മുമ്പസാരിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തെ എപ്പോഴും വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ ആ വ്യക്തി പ്രത്യേകം ശ്രദ്ധിക്കുന്ന. അതുകൊണ്ട് ദൈവകൃപ നമ്മെ കൂടുതൽ വിശുദ്ധരാക്കി മാറ്റാൻ, വിശുദ്ധീകരിക്കാൻ കൃപ നൽകും. അതുകൊണ്ട് ദൈവഹിതമനുസരിച്ച് ജീവിക്കാനും സദ്ഗുണങ്ങൾ വളർത്താനും ഒരു ക്രിസ്ത്യാനി പ്രാപിക്കേണ്ടത് ദൈവകൃപയിൽ എത്രമാത്രം ഞാൻ വളർന്നുവെന്ന് ഓരോ ദിവസം ചോദിക്കണം. പ്രിയപ്പെട്ട, ദൈവകൃപ എന്ന് പറഞ്ഞാൽ വരദാനങ്ങളാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. അത് കൃപയുടെ ഒരു പാത്രം മാത്രമാണ്. എന്നാൽ കൃപ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്വയവിശുദ്ധീകരണത്തെയാണ് സഭ ശരിക്കും കൃപ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും കൃപ എന്ന് പറയുന്നത് ഈ വരങ്ങൾ കണ്ടിട്ട്, വ്യക്തിയിലുള്ള കഴിവുകൾ കണ്ടിട്ടാണ്. കഴിവുകൾ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത് ആ വ്യക്തിയെ കൃപയിലേക്ക് വളർത്താനും അതുപോലെ തന്നെ സഭയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ കൃപയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം കൃപയാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, എല്ലാ വരങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് കൃപയുണ്ടെന്ന് പറയാൻ പറ്റില്ല. നമുക്കറിയാം, എളിമയുണ്ടെങ്കിൽ അവിടെ കൃപയുണ്ട്. അതുകൊണ്ട് ദൈവം തന്നെ പറയും, മാതാവിൽ കാണുന്നത് വലിയ വരദാനങ്ങളുടെ ബഹിസ്ഫുരണങ്ങളല്ല, മറിച്ച് എളിമയോടെ എല്ലാം ഉണ്ടായിട്ടും താഴ്മയോടെ നിൽക്കുന്ന അമ്മയാണ് സ്വർഗം വിളിച്ചത് കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 1-2 തിരുവചനം പറയാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-2 തിരുവചനം പറയാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിൽ ആയിരിക്കാം. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവത്തെ മഹത്വത്തിൽ പങ്കുചേരാമെന്ന് പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തെ മഹത്വത്തിൽ പങ്കുചേരണം എന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക്, അപ്പം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം നമ്മെ തന്നെ നീതീകരിക്കും. എന്നിട്ട് എന്ത് ചെയ്യാണ്? കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് സമാധാനത്തിലായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈ കൃപ നമ്മളോട് ശാന്തമാകാനും സമാധാനമാകാനും നമ്മളെ പഠിപ്പിക്കും. എന്നിട്ട് തുറന്ന് പറയാം, നമുക്ക് കൈവന്നിരിക്കുന്ന കൃപയിൽ അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. എൻട്രി പാസ് ആണ്. സ്വർഗത്തിൽ പോകാൻ, നിത്യജീവന് പ്രവേശിക്കാൻ ദൈവം നമ്മൾ തന്നിരിക്കുന്ന എൻട്രി പാസ്. നിത്യജീവനിൽ എത്തിച്ചേരാൻ കൃപ വേണം പ്രിയപ്പെട്ടവരെ. അതാണ് 1ാമത്തെ. കൃപ നമ്മളെ രൂപാന്തരപ്പെടുത്തും, കൃപ നമ്മെ വിശുദ്ധീകരിക്കും. 3ാമത്തെ കാര്യം, കൂദാശകളിലൂടെയാണ് ഈ കൃപ നമ്മിലേക്ക് ഒഴുകുന്നത്. അപ്പോൾ സാക്രമെൻ്റൽ ലൈഫിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ദ ഗ്രേസ് തുടർച്ചയായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കും. കൂദാശയിൽ നിന്ന് അകലും തോറും നമ്മുടെ കൃപ ചോർന്നു പോകും, നമ്മൾ അറിയില്ല.
പ്രിയപ്പെട്ടവർ, നമുക്കറിയാം ഒരു ടാങ്ക് നിറച്ച് വെള്ളം ഉണ്ടായിട്ടും പ്രഭാതത്തിൽ എഴുന്നേറ്റ് നോക്കും വെള്ളമില്ലാതെ കാണുന്നതിന് കാരണം എവിടെയെങ്കിലും ഈ ടാപ്പ് തുറന്നിട്ടിട്ടുണ്ടോ? ടാപ്പ് അടച്ചിട്ടാലാണ് ഇത്രയും നമ്മൾ വെള്ളം ഒടിച്ച് വെള്ളം പുറത്തു പോകാതിരിക്കുള്ളൂ. അപ്പോൾ തിരിച്ചറിയുക, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോ കൂദാശകളും നമ്മെ പഠിപ്പിക്കുന്നത് കൃപ നഷ്ടപ്പെടുത്താനല്ല, കൃപ സംഭരിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് കൂദാശകളോട് ലഭിക്കുന്ന കൃപ. കത്തോലിക്ക സഭയുടെ കൂദാശകളിൽ ഒന്നാമത് കൃപയുടെ വാതായനം എന്ന് പറയുന്നത് മാമോദീസയാണ്. മാമോദീസയിലാണ് എല്ലാ കൃപകളും നമ്മിലേക്ക് വരുന്നത്. അപ്പോൾ ഒന്നാമത്തത് ജ്ഞാനസ്നാനമാണ്. രണ്ടാമത്തത് വിശുദ്ധ കുർബാനയാണ്. നിലനിൽപ്പിൻ്റെ ഗ്രേസ് അല്ലെങ്കിൽ നിലനിൽപ്പിൻ്റെ കൃപ എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയോട് ലഭിക്കുന്നതാണ്. മറ്റൊന്ന് കുമ്പസാരമാണ്. കുമ്പസാരം എന്നത് വിശുദ്ധീകരിച്ച് കൃപയെ നിലനിർത്താൻ ദൈവം കൊടുക്കുന്ന ശക്തിയുടെ പേരാണ് കുമ്പസാരം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജ്ഞാനസ്നാനത്തെ അല്ലെങ്കിൽ മാമോദീസയെ കുറിച്ച് പറയുന്നത് യഥാർത്ഥ പാപത്തെ കഴുകിക്കളയുകയും വിശുദ്ധീകരിക്കുകയും കൃപയിൽ നിവേശിപ്പിക്കുകയും ചെയ്യുന്ന കൂദാശയാണ് മാമോദീസ. അത് ലഭിച്ച് നമുക്കെല്ലാം ദൈവകൃപ നിവേശിപ്പിക്കാൻ, നമ്മിൽ നിലനിർത്താൻ നമുക്ക് ഒരു പ്രത്യേക കഴിവ് ദൈവം മാമോദീസയിലൂടെ ഒരു വ്യക്തിക്ക് നൽകുന്നുണ്ട്. രണ്ട്, വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാന എന്നത് ദിവ്യകാരുണ്യം, ആത്മാവിൻ്റെ കൃപയെ പരിപോഷിപ്പിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ജീവിക്കുമ്പോൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ കൂടുതൽ കൃപയെ വളർത്താൻ വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യ സ്വീകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തത് മാരക പാപത്തിലൂടെ നഷ്ടപ്പെട്ട കൃപയെ കുമ്പസാരത്തിലൂടെ പുനഃസ്ഥാപിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏതെങ്കിലും പാപം ചെയ്യുമ്പോൾ ഈ കൃപ ഒന്നെങ്കിൽ ചോർന്നു പോകാം, അല്ലെങ്കിൽ കൃപയുടെ വിതരണത്തിൽ എവിടെയെങ്കിലും തടസ്സം വരാം. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ നല്ലൊരു കുമ്പസാരം നടത്തുമ്പോൾ അത് പുനഃസ്ഥാപിക്കപ്പെടും, നമ്മുടെ ജീവിതത്തിലേക്ക് അത് പുനഃസ്ഥാപിക്കപ്പെടും. അതുകൊണ്ട് നമുക്ക് വചനം എടുക്കാം. പൗലോസ് ശ്ലീഹ 2 കൊരിന്തോസുകാർക്ക് എഴുതിയ 12-ാം അധ്യായം 9-10 തിരുവചനം പറഞ്ഞ, എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. അതുകൊണ്ട് ബലഹീനതകളിലും അപേക്ഷകളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനരായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പൗലോസിനെ കൃത്യമായിട്ട് പറയുക, ദൈവം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, പൗലോസ്, നിനക്കെൻ്റെ കൃപ മതി മോനെ, ബാക്കി എന്തും ഉണ്ടായിട്ട് കാര്യമില്ല. കൃപ വന്നു കഴിഞ്ഞാൽ നിന്റെ ബലഹീനതകളിൽ നിനക്ക് തരണം ചെയ്യാൻ പറ്റും. നിന്റെ പ്രാർത്ഥന അപേക്ഷകളിൽ ദൈവത്തിൻ്റെ കൃപ കിട്ടും. നിന്റെ ജീവിത ഞെരുക്കങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ നിന്നെ ശക്തിപ്പെടുത്തും. നിന്റെ ജീവിതത്തിൽ അനേകർ നിന്നെ പീഡിപ്പിക്കുമ്പോഴും അത്യാഗ്രഹങ്ങൾ നിന്നെ കുന്നുമൂടുമ്പോഴും നീ തിരിച്ചറിയും, ഇതല്ല, ഇതിന് മുകളിൽ എൻ്റെ ജീവിതത്തിൽ ഒരു ആത്മീയ മുന്നേറ്റത്തിൻ്റെ കൃപ വേണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ബലഹീനരായിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമ്മളെ ശക്തിപ്പെടുത്താം. നാലാമത്തെ കാര്യം, ദൈനംദിന ജീവിതത്തിനായി കൃപ നമ്മെ ശക്തിപ്പെടുത്തും. ഓരോ ദിവസവും ഈ കൃപ കൂദാശ ജീവിതത്തിലൂടെ, ദൈവവചനത്തിലൂടെ, പ്രാർത്ഥനാ ജീവിതത്തിലൂടെ നമുക്ക് കിട്ടിയ കൃപയാണ് നമുക്ക് ഓരോ ദിവസവും ജീവിക്കാനുള്ള നമ്മുടെ പെട്രോളിയം. നമുക്കറിയാം, ഒരു വണ്ടി ഓടണമെങ്കിൽ അതിന് ഉതകുന്ന രീതിയിലുള്ള ഇന്ധനം ഒഴിക്കണം. നമുക്കറിയാം, ഒരു വണ്ടിയിൽ വെള്ളം ഒഴിച്ചത് കൊണ്ട് വണ്ടി ഓടണമെന്നില്ല. ഇനി പെട്രോൾ ഒഴിക്കുന്ന വണ്ടിയിൽ ഡീസൽ ഒഴിച്ചാൽ അത് ശരിയാകില്ല. ഇനി ഡീസൽ ഒഴിക്കുന്നതിൽ പെട്രോൾ ഒഴിച്ചാലും അപ്പോൾ ഉതകുന്ന ഇന്ധനം, എന്തെങ്കിലും ഇന്ധനം ഒഴിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട, ദൈനംദിന ജീവിതത്തിൽ കൃപ നമ്മുടെ ജീവിതത്തിൽ ഒരു മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് നമുക്ക് തരുന്നൊരു ശക്തിയാണ്. അതുകൊണ്ട് യഥാർത്ഥ കൃപ നമ്മിലില്ലെങ്കിൽ നമ്മിൽ പ്രലോഭനത്തിൻ്റെ വർദ്ധിക്കും. ചെറുത്ത് നിൽക്കാൻ കഴിയാതെ വീഴ്ചകൾ നമുക്ക് പലപ്പോഴും ഉണ്ടാകും. തോമസ് അക്വിനാസ് പറയുന്ന, വിശുദ്ധനായ തോമസ് അക്വിനാസ് സുമോ തിയോളജിയ എന്ന് പറയുന്ന മനോഹരമായ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്, കൃപ നമ്മിൽ മഹത്വത്തിൻ്റെ ഒരു തുടക്കമല്ലാതെ മറ്റൊന്നുമല്ല. കൃപ നമ്മുടെ ജീവിതത്തിൽ നമ്മെ തന്നെ ദൈവികമായ മഹത്വത്തിലേക്ക് വരുത്താൻ ദൈവം തരുന്ന ഒരു തുടക്കമാണ്. അതുകൊണ്ട് തോമസ് അക്വിനാസ് പറയുക, കൃപ നമുക്ക് വേണം. എന്നും നമ്മെ ദൈവത്തിലേക്ക് മഹത്വപ്പെടുത്താൻ നമുക്ക് കൃപ കൂടിയേ തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മുടെ പ്രാർത്ഥനകളിൽ എന്നും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമേ, മറ്റെല്ലാ ആവശ്യങ്ങളുണ്ടെങ്കിലും ഇതൊക്കെ നിലനിർത്താനും ഈ കാലഘട്ടം കഴിഞ്ഞ് കടന്നു പോകുമ്പോഴും എന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യം എൻ്റെ ഉള്ളിൽ ഉണ്ടാകണം, അത് ദൈവത്തിൻ്റെ കൃപയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൃപ നമുക്ക് തരുന്ന ഒരു പ്രത്യേകത ഇതാണ്. കൃപ
സ്വതന്ത്ര ഇച്ഛയെ മറികടക്കുന്നില്ല. നിന്റെ ഫ്രീഡത്തിനെ ഒരിക്കലും മറികടക്കുന്നതല്ല കൃപ. മറിച്ച് പറയാണ്, അതിനൊപ്പം പ്രവർത്തിക്കുന്നു. കൃപ എന്ന് പറഞ്ഞാൽ നിന്റെ സ്വതന്ത്ര ഇച്ഛയോടൊപ്പം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. നല്ലത് തിരഞ്ഞെടുക്കാൻ നിന്നെ സഹായിക്കുന്നതാണ് കൃപ. നമുക്കറിയാലോ, കൃപയുള്ളത് കൊണ്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയരുത്. കൃപ നമുക്ക് ഫ്രീഡം തരുന്നുണ്ട്. നിനക്ക് ഇഷ്ടമുള്ളടക്കം കൃപ വേണോ, ഇത് വേണോ. അപ്പം അതുകൊണ്ട് വചനം പറയണേ, തീയും വെള്ളം നിന്റെ മുന്നിൽ വെച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് എടുക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൃപ ഒരിക്കലും ഒരു വ്യക്തിയുടെ ജീവിതത്തെ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നില്ല. കൂടുതൽ നല്ലത് ചെയ്യാൻ, കൂടുതൽ നല്ലത് സെലക്ട് ചെയ്യാൻ ഈ വ്യക്തിക്ക് കൃപ കൂടുതൽ അദ്ദേഹത്തെ സഹായിക്കും എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. 2 പത്രോസ് 3-18 വാക്യം നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കാം. പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 18-ാം വാക്യം. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവിൻ. നമ്മുടെ കർത്താവായ രക്ഷകനുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കൃപയും അവനെക്കുറിച്ചുള്ള അറിവിലും. 2 കാര്യമാണ്. ദൈവത്തിലുള്ള കൃപയെക്കുറിച്ച് നമ്മൾ അറിയണം, ദൈവത്തെക്കുറിച്ചുള്ള അറിവിലും നമ്മൾ വളരണം. അപ്പോൾ അവൻ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മഹത്വം അറിയും. എപ്പോഴും ദൈവത്തിൻ്റെ മഹത്വം ആ വ്യക്തിയിലുണ്ടായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ ചിന്തിക്കുക, നമുക്ക് യേശുവിൻ്റെ കൃപയെക്കുറിച്ചൊരു ധ്യാനമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ദൈവിക കൃപകളിൽ വളരാനുള്ള, അല്ലെങ്കിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ദൈവകൃപയെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത്. 5-ാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, കൃപ ദൈവത്തിൻ്റെ സ്നേഹത്തെയും കരുണയെയും പ്രതിഫലിപ്പിക്കും. നമ്മൾ കൃപയുണ്ടാകുമ്പോൾ നമ്മിൽ ദൈവ സ്വഭാവങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കണം, ദൈവമേ, എൻ്റെ പ്രവർത്തികളിൽ ദൈവകൃപയുടെ പ്രവർത്തികളാകാൻ എനിക്ക് ശക്തി തരണമെന്ന് പ്രാർത്ഥിക്കണം. ദൈവം നമ്മുടെ നിരുപാധികമായി സ്നേഹിക്കുന്നുവെന്നും നാമുമായുള്ള ബന്ധം ആഗ്രഹിക്കുന്നുവെന്നും അടയാളങ്ങളിലൂടെ വെളിപ്പെടുത്തും. അതിൻ്റെ പേരാണ് കൃപ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴം വെളിപ്പെടുത്താൻ ദൈവം നമുക്ക് തരുന്നതാണ് കൃപ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ മിസ്റ്റിക്സ് ആയിട്ടുള്ള വിശുദ്ധര് പറയാറുണ്ട്, അവരുടെ ജീവിതത്തിൽ ഈ ദൈവ സ്നേഹബന്ധ ഐക്യത്തിൻ്റെ കുറവുകൾ വരുമ്പോൾ അവർക്ക് ഒരിത്തിരി ഈറ്റുനോവുകൾ അനുഭവിക്കുന്ന വേദനകൾ ഉണ്ടാകുന്നു. അത് അമ്മ ത്രേസ്യ പറയുന്നുണ്ട്, അതുപോലെ ജോൺ ഓഫ് ദി ക്രോസ് പറയുന്നുണ്ട്, അതുപോലെ ഈഡിത്ത് സ്റ്റെയിൻ പറയുന്നുണ്ട്. ഇവരെല്ലാവരും മിസ്റ്റിക്സാണ്. അവരുടെയൊക്കെ ഉള്ളിൽ ഈ കൃപ എന്ന അടിസ്ഥാനത്തിൻ്റെ ആഴങ്ങളായിരുന്നു അവരെ ശക്തിപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആവിലായിലെ കൊച്ചുത്രേസ്യ പുണ്യവതി, ലിസ്യുവിലെ കൊച്ചുത്രേസ്യ പുണ്യവതി പറയാണ്, എല്ലാം ഒരു കൃപയാണ്, എല്ലാം നമുക്ക് പിതാവിൻ്റെ സ്നേഹത്തിൽ നേരിട്ട് നൽകുന്ന ഫലങ്ങളാണ്. എല്ലാം ഒരു കൃപയാണ്, എല്ലാം നമുക്ക് പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമുക്ക് നേരിട്ട് നൽകുന്ന ഈ ഒരു പ്രതിഫലങ്ങളാണ്. അപ്പോൾ കൃപയിൽ ജീവിക്കുന്നവന് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലം ഉണ്ടാകുന്ന കൊച്ചുത്രേസ്യ പുണ്യവതി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കൃപയോടുള്ള സഹകരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കുക, നമ്മൾ കൃപയോട് എത്രമാത്രം സഹകരിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഇങ്ങനെയാണ് പറയുക, സഹകരണമില്ലാതെ കൃപ നമുക്ക് ലഭിക്കില്ല. ദൈവത്തോട് സഹകരിക്കുന്നവനോട് ദൈവം നൽകുന്ന സ്നേഹത്തിൻ്റെ അടയാളമാണ് കൃപ എന്ന് സഭ പഠിപ്പിക്കുമ്പോൾ, സഹകരിക്കാത്തവൻ എങ്ങനെ ഈ ദൈവകൃപയുടെ ആഴത്ത് ജീവിക്കാൻ പറ്റും? അതുകൊണ്ട് കൃപ സൗജന്യമായി നൽകപ്പെടുന്നതാണ്. അത് വിശ്വാസത്തിന് വേണ്ടി, സൽപ്രവൃത്തികൾക്ക് വേണ്ടി, പ്രാർത്ഥനാ ജീവിതത്തിന് വേണ്ടി, കൂദാശയിലുള്ള യഥാർത്ഥ പങ്കാളിത്തത്തിന് വേണ്ടി മനുഷ്യന് ദൈവം നൽകുന്ന അവസരങ്ങളാണ് ദൈവകൃപകൾ. ഒന്നുകൂടി അച്ഛൻ പറയാം, കൃപ സൗജന്യമായി നൽകപ്പെടുന്നതാണ്. അതെന്തിനു വേണ്ടി? വിശ്വാസത്തിൽ വളരാനും, സൽപ്രവൃത്തികൾ വളരാനും, പ്രാർത്ഥനാ ജീവിതത്തിൽ നിലനിൽക്കാനും, കൂദാശ ജീവിതത്തിൻ്റെ പങ്കാളിത്തത്തിൽ കൂടുതൽ ശക്തി പ്രാപിക്കുവാനാണ്. അത് പ്രിയപ്പെട്ടവർ, നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ, കൃപയില്ലെങ്കിൽ ഞങ്ങളൊരു കടന്നു പോകുന്ന മനുഷ്യരായിട്ട് മാത്രവും, കൃപയുണ്ടെങ്കിൽ ഞങ്ങൾ പോയി കഴിഞ്ഞിട്ടും ഞങ്ങളിൽ ജീവിച്ച കൃപ ഇന്നും ഈ ഭൂമിയിൽ ജീവിക്കും. അതുകൊണ്ട് സെൻറ്റ് അഗസ്റ്റിൻ പറയുന്ന മനോഹരമായൊരു വാചകമുണ്ട്, വിത്തൗട്ട് ഗോഡ് ഗ്രേസ് വി കനോട്ട് ഡു എനിത്തിങ് ഗുഡ്. വിത്തൗട്ട് ഗോഡ് ഗ്രേസ് വി കനോട്ട് ഡു എനിത്തിങ് ഗുഡ്. വിശുദ്ധിയിലില്ലാതെ, നമുക്ക് ദൈവത്തിൻ്റെ കൃപയില്ലാതെ നമുക്ക് ഈ ലോകത്ത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അഗസ്റ്റിൻ്റെ വാക്കുകൾ ഹൃദയത്തിൽ കുറിച്ചിടട്ടെ, വിത്തൗട്ട് ഗോഡ് ഗ്രേസ് വി കനോട്ട് ഡു എനിത്തിങ് ഗുഡ്. നല്ലത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയിൽ നാം വളരുന്നതിന് ഈ സഹകരണം നമുക്ക് ആവശ്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 16-ാം വാക്യം പറയാം, അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു.
അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. കൃപയിൽ വളരുന്ന ഒരു ജീവിതമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ ജനനം ഞാൻ പറഞ്ഞല്ലോ കൃപ നിറഞ്ഞതായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ജീവിതം കൃപ നിറഞ്ഞതുകൊണ്ടാണ് ഈശോ എന്ന ഈ സ്വർഗത്തിൻ്റെ പ്രതിഫലത്തെ ആദ്യത്തെ സക്രാരിയായ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ വെച്ച് കൊടുത്തത്. പിന്നീട് ആ കുഞ്ഞിനെ ജനിപ്പിച്ച് വളർത്തി വലുതാക്കി ആ മകൻ്റെ മരണ ഉത്ഥാന സഹനങ്ങളിലെല്ലാം അമ്മ കൂടെ നിന്നിട്ട് അവസാനം അമ്മയുടെ സ്വർഗാരോപണം വരെ എത്താൻ സഭ സ്ഥാപിക്കാനും അമ്മയ്ക്ക് വലിയ പ്രാധാന്യം. ഇനി കാർലോ അക്വിറ്റസിന്റെ ജീവിതത്തിൽ കുട്ടിക്കാലം മുതൽ വിശുദ്ധ കുർബാനയെ സ്നേഹിച്ച് ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കുർബാനയുടെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് ലോകത്തെ അറിയിച്ച്, അതുപോലെ യുവജനങ്ങൾക്കൊരു പ്രചോദനമായിട്ട്, മരിച്ചിട്ടും ഇന്നും ജീവിക്കുന്ന ഒരു യൗവനമായിട്ട് 21-ാം നൂറ്റാണ്ടിൻ്റെ എല്ലാ സാധ്യതകൾക്ക് മുന്നിലും വിശുദ്ധി ഉണ്ടാകണമെന്ന് പഠിപ്പിച്ച വിശുദ്ധൻ. അതുപോലെ തന്നെ മറ്റൊരു വിശുദ്ധൻ്റെ ജീവിതവും ഇന്ന് നമ്മുടെ മുന്നിൽ കടന്നു വയ്ക്കുകയാണ്. ആ വ്യക്തിയും ദാരിദ്ര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൃപ നമ്മുടെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ട് കടന്നു പോകുമ്പോൾ നമ്മെ എല്ലാം ഇവർ ഓർമ്മപ്പെടുത്തുന്നത് ഈ വിശുദ്ധൻ്റെ ജീവിതം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന. അതുകൊണ്ട് വാഴ്ത്തപ്പെട്ട പിയർ ജിയോ എന്ന് പറയുന്ന ആ വിശുദ്ധനും ദാരിദ്ര്യത്തെ സ്നേഹിച്ച് രോഗികളോട് കൂടെ ചേർന്ന്, അതുപോലെ തന്നെ യൗവനങ്ങൾക്ക് വലിയ മാതൃകയായി കുർബാനയെ സ്നേഹിച്ച് കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവരുടെ എല്ലാം ജനനങ്ങൾ കൃപ നിറഞ്ഞതായിരുന്നു. ഇവരുടെ എല്ലാം ജീവിതങ്ങൾ കൃപ നിറഞ്ഞായിരുന്നു. ഇവരുടെ പ്രാർത്ഥനകൾ കൃപ നിറഞ്ഞായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കും പ്രാർത്ഥിക്കാൻ കഴിയണം. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ കൃപ നിറഞ്ഞ കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ ഓരോ വഴികളിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിത്യജീവൻ ശുശ്രൂഷകർക്ക് കൃപയുടെ വഴികൾ അങ്ങ് തുറക്കണമേ. കരങ്ങൾ കൂപ്പിപ്പിടിക്കാം പ്രിയപ്പെട്ടവരെ. നമുക്ക് ആഗ്രഹിക്കാം കൃപയുടെ വഴി തുറക്കാൻ. കൃപമതിയേ കൃപമതിയേ അളവില്ലാത്ത നിൻ കൃപമതിയേ 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 അളവില്ലാത്ത നിൻ കൃപമതിയേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ.